നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം അദ്ദേഹം പല രാജ്യങ്ങൾക്കെതിരെ ഭീഷണികളും മറ്റും മുഴക്കുകയും അതുപോലെ താരിഫായിട്ടുള്ള നിയമങ്ങൾ ഒരുപാട് നടപടികളും മറ്റു രാജ്യങ്ങൾക്കെതിരെയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അധികാരത്തിലേറിയതിനു ശേഷം ഏറ്റവും കൂടുതൽ സൗഹൃദം നിലനിർത്തി പോരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നത്. കാരണം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിലാണെങ്കിൽ പോലും ഒരുപാട് പിന്തുണ ഇസ്രായേലിന് അമേരിക്ക നൽകുന്നുണ്ട്. ഇപ്പം ഈ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതയ്ക്കൊക്കെ ഒരു പിന്നിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് അമേരിക്കയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പം വീണ്ടും ഇപ്പം പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വീണ്ടും ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ നൽകി അമേരിക്ക സഹായിക്കുന്നതാണ്. അപ്പോൾ അതായത് ബൈഡൻ, അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബൈഡൻ ഉണ്ടായിരുന്ന സമയത്ത് പക്ഷേ അദ്ദേഹം അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല. കാരണം ഇസ്രായേലിനെ കൂടുതൽ ആയുധങ്ങൾ നൽകി സഹായിക്കുന്നതിനോട് അദ്ദേഹത്തിന് അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷേ ട്രംപ് അധികാരത്തിൽ ഏറിയതിനു ശേഷം വീണ്ടും ഇസ്രായേലിന് കൂടുതൽ സഹായങ്ങളാണ് ട്രംപ് നൽകുന്നത്. അവരുടെ ഒരു സൗഹൃദം തന്നെയാണ്. പക്ഷെ അവരുടെ ഒരു സൗഹൃദം മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന ഗാസയാണ്. കാര്യം ഇസ്രയേൽ ഓരോ ദിവസവും പല രീതിക്കും ഗാസയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഗാസയുടെ വംശഹത്യ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇസ്രയേലും അതുപോലെ തന്നെ നെതന്യാഹു ആ ഒരു ഒറ്റ ഉദ്ദേശത്തിൽ മാത്രം നിൽക്കുന്നു. അപ്പം അതിന് സഹായിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു സൗഹൃദം തന്നെയാണ്. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ഒരു സൗഹൃദം തന്നെയാണ് ഇപ്പോൾ ഗാസ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ടുപേര് തമ്മിലുള്ള ഒരു സൗഹൃദത്തിന് മൂന്നാമതായിട്ട് വരുന്ന ഒരാൾ അനുഭവിക്കുന്നതെന്ന് പറയുന്ന പോലെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇപ്പം ട്രംപ് ആണെങ്കിലും പറഞ്ഞിരുന്നത് ഗാസയെ ഒരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുമെന്നാണ്. പക്ഷെ അതിനെതിരെ ഗാസ നിവാസികൾ പോലും അതിനെ ശക്തമായിട്ട് എതിർക്കണം. അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന ഇസ്രായേൽ മാത്രമാണ്. അപ്പം അതുപോലെ തന്നെ നെതന്യാഹു ഈ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ലക്ഷ്യം പറയുന്നത് ഗാസ പൂർണ്ണമായിട്ട് വംശഹത്യ നടത്തുക, ഗാസയിലെ ഇനി ഒരു പുതിയൊരു തലമുറ ഉണ്ടാകരുത്, അത്തരത്തിലുള്ള ഒരു നീക്കത്തിലോട്ടാണ് നെതന്യാഹു പോകുന്നത്. അപ്പം ഇവരെ രണ്ടുപേരും, അതായത് നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ട്രംപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നെതന്യാഹു ആണ് കൂടുതലും ഇപ്പം ലോകത്ത് അതായത് കൂടുതലും ഭരണം നടത്തുന്നതെന്നുള്ളൊരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇപ്പം ട്രംപ് എപ്പോഴും റഷ്യയുമായിട്ട്, അതായത് പുടിനുമായിട്ട് ഒരു സൗഹൃദം നിലനിർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപിന് ആ ഭാഗത്തുനിന്നും ഒരു തിരിച്ചടി വന്നിരിക്കുകയാണ്. കാരണം ഇപ്പം ട്രംപ്, അതായത് റഷ്യ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇറാനെതിരെ ട്രംപ് എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമെന്നാണ്. അപ്പോൾ ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെയാണ് ഈ ലോകരാജ്യം. എല്ലാവരുമായിട്ടും ഒരു സൗഹൃദം ട്രംപിനുണ്ട്. പുടിനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ നെതന്യാഹു ആയിട്ടാണെങ്കിലും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയായിട്ട് വരെയും ഒരു വലിയൊരു സൗഹൃദമുണ്ട്. പക്ഷേ ആ ഒരു സൗഹൃദത്തിൽ നിന്നുമെല്ലാം അദ്ദേഹം അതിനുള്ളിൽ നിന്ന് മറ്റൊരു രീതിക്ക് ഒരു യുദ്ധം ഉണ്ടാക്കുന്ന രീതിക്കുള്ള പ്രവർത്തികളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നടക്കുന്നത്. കീഴിൽ എപ്പോഴും മറ്റു രാജ്യങ്ങൾ വരണം, എപ്പോഴും അമേരിക്ക മുൻപന്തിയിൽ നിൽക്കണം എന്നുള്ള ഒരു അത്യാഗ്രഹം പോലെ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹം നടത്തുന്ന ഓരോ നിയമം, ഇപ്പം അധികാരത്തിലേറിയതിനു ശേഷം അദ്ദേഹം എത്രമാത്രമാണ് നികുതി ഏർപ്പെടുത്തിയത് മറ്റു രാജ്യങ്ങൾക്കും. ഇപ്പം മെക്സിക്കോ, ചൈന എന്നീ രാജ്യങ്ങൾക്കൊക്കെ 25% വരെ നികുതി ഏർപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ ആ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കക്കാർ തന്നെ ട്രംപിനോടൊരു വിരക്തിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തികളോട്. അവരുടെ സമ്പദ് വ്യവസ്ഥ തന്നെ തകരുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിൽ പെട്ടെന്നൊരു നികുതി കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ അത് ആഗോള വ്യാപാരത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആഗോള വ്യാപാര യുദ്ധത്തിന് തുടക്കം ഇട്ടതും ട്രംപ് തന്നെയായിരുന്നു. അപ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള മെക്സിക്കോയ്ക്ക് ആണെങ്കിലും കാനഡ ആണെങ്കിലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ഉയർത്തിയിരുന്നു. പക്ഷേ ട്രംപിന്റെ ഈ തീരുമാനങ്ങളൊക്കെ ഒരു പരിധി വരെ അമേരിക്കയുടെ തന്നെ നാശത്തിലേക്കാണ് പോകുന്നത്. അതെ, പക്ഷേ ഇന്നിപ്പോ ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനം ശരിയല്ല എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്നെ തോന്നിയോണ്ടായിരിക്കാം കുറച്ചൊരു സമാധാനം എന്നുള്ള രീതിക്ക് വന്നിട്ട് ഒരു അയവ് വന്നിട്ടുണ്ട് തീരുവയുടെ കാര്യത്തിൽ. അദ്ദേഹം പുതിയതായിട്ട് താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം ഇറാനെയും റഷ്യനെയൊക്കെ, അതായത് 10% മാത്രമേ അവർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളൂ. അതൊക്കെ ഒരു ഭയം കൊണ്ടാണെന്ന് തന്നെ നമുക്ക് അതെ, അതങ്ങനെ ഉറപ്പായിട്ടും പറയും. കാര്യം മറ്റു രാജ്യങ്ങളിൽ അങ്ങനത്തെ ഒരു പരിഗണന കൊടുക്കാതെ ഈ പറഞ്ഞ ഇറാനിലും തിരിച്ചടിക്കുമെന്ന് ഉറപ്പുള്ള രാജ്യങ്ങളോട്, കാരണം പുടിനോടാണെങ്കിലും റഷ്യയോട് കൂടുതലും സൗഹൃദം നിലനിർത്താനാണ് ട്രംപ് കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. കാരണം റഷ്യ യുക്രൈൻ യുദ്ധത്തിലാണെങ്കിൽ പോലും യുക്രൈനെ ചതിച്ചുകൊണ്ട് റഷ്യയോടൊപ്പമാണ് ട്രംപ് നിന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി അടിക്കുകയാണെങ്കിൽ തിരിച്ചടി കിട്ടുമെന്നുള്ളിടത്ത് ട്രംപ് പിന്നോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. അതാണ് 10% എന്നുള്ള രീതിക്ക് അവിടെ മാത്രം, മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം 20%, 30% ഒക്കെ രീതിക്ക് തീരുവ കൊടുക്കുന്നത്. അപ്പോൾ അത് ശരിയായിട്ട് തോന്നില്ല. അപ്പോൾ ട്രംപിന്റെ ഉള്ളിലും ഭയമുണ്ട്, എന്നാൽ കൂടി ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ഒരു കുരുട്ടുബുദ്ധി ഉണ്ട്. പക്ഷെ അതിപ്പോ അദ്ദേഹത്തിന്റെ കുരുട്ടുബുദ്ധി ആ രാജ്യത്തിന് തന്നെയാണ് വൻ തിരിച്ചടിയായിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോഴത്തെ സമ്പദ് വ്യവസ്ഥ നോക്കുക, വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്ക വൻ നാശത്തിലേക്ക് പോകുന്നതാണ്. അത് മാത്രമല്ല ഇപ്പോൾ അവിടുത്തെ പ്രകൃതിയിൽ നിന്ന് തന്നെ വലിയ തിരിച്ചടികളാണ്. ശരിയാണ്.
കാലാവസ്ഥാ മാറ്റങ്ങളാണല്ലോ, ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം, കാട്ടുതീ, അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ്. പ്രതിസന്ധികളും ഇപ്പൊ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്നത് അമേരിക്കയ്ക്ക് പോയി അല്ലെങ്കിൽ അമേരിക്കയിലാണെന്ന് പറയുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അമേരിക്കയ്ക്ക് പോകുന്നത് പറയുമ്പോൾ തന്നെ ഒരു ഭയമാണ്. അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോകും, കാലാവസ്ഥയാണെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ നിയമങ്ങളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും ട്രംപിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികളാണെങ്കിലും ഒക്കെ നമ്മളെ സംബന്ധിച്ചൊരു തിരിച്ചടി പോലെയാണ്. നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതി. അധികാരത്തേറിയതിനു ശേഷമാണെങ്കിലും കൂടുതലും അനധികൃതമായിട്ട് കുടിയേറിയവരെ പുറത്താക്കുക മാത്രമല്ല, പുറത്താക്കുന്ന രീതികളും ചങ്ങലക്കിട്ടും ഭക്ഷണം കൊടുക്കാതെയൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. മാത്രമല്ല മറ്റു ചില രാജ്യങ്ങളെ വളരെ കളിയാക്കുന്ന രീതിക്കുള്ള പരാമർശങ്ങളും കാനഡയെ തന്നെയാണെങ്കിലും ഒരു സംസ്ഥാനമാക്കിയേക്കാന്നുള്ള രീതിക്കൊക്കെ അങ്ങനെയൊക്കെ പറയാൻ നേരത്ത് മുഴുവനും മറ്റ് ആ രാജ്യങ്ങളിലുള്ളവർക്കെല്ലാം ഈ ട്രംപിനോട് ഒരു വെറുപ്പ് വരാനുള്ളൊരു സാധ്യത തന്നെയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇനി മുന്നോട്ട് പോയാൽ എന്താണ് വരാനിരിക്കുന്നത്? കാരണം ഇനിയിപ്പം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം ട്രംപ് ഇറാനോടൊരു സൗഹൃദം നിലനിർത്താൻ ആണവ കരാറിന് ഏർപ്പെടണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇറാൻ അത് എതിർക്കുകയാണ്, അതിനെ നിരസിക്കുകയാണ് ചെയ്തത്. അപ്പം ആ സാഹചര്യത്തിലാണ് ട്രംപ് ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടത്തുകയാണെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധമായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അപ്പം ട്രംപ് എപ്പോഴും കൂടുതലും റഷ്യയുമായിട്ടൊരു സൗഹൃദം നിലനിർത്തി പോലും, അത് ഇസ്രായേലിനെ പോലെ തന്നെ റഷ്യയുമായിട്ട് സൗഹൃദം നിലനിർത്തുന്ന ഒരു രാജ്യമായിരുന്നു റഷ്യ എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഭാഗത്തുനിന്നും ഒരു തിരിച്ചടിയാണ് ട്രംപിന് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കായിരിക്കും നമ്മുടെ പോകുന്നത്. ഈ ഒരു പോക്ക് അതിന്റെ ഒരു സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. അതെ.